അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മളിന്ന് ഷെയർ ചെയ്യുന്നത്. എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഈ റെസിപ്പി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാ കൂട്ടുകാർക്കും ഷിൽജി ബ്ലോഗ്സിൻ്റെ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സ്പോഞ്ച് പോലെ നല്ല മയത്തിലുള്ളൊരു സ്നാക്കായത്. സ്നാക്കെന്ന് പറയാൻ പറ്റത്തില്ല, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ഇത് 2 പീസ് കഴിച്ചാൽ മതി കേട്ടോ. നമ്മുടെ വയറ് നിറയും. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഒരു കേക്കായത്. നമ്മൾ ഓവനിൽ വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത്. ഇതിന് വേണ്ടിയിട്ട് ആദ്യം ഞാൻ എടുത്തിരിക്കുന്ന 2 കോഴിമുട്ടയാണ്. ഒരു ബൗളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. അതിനുശേഷം ആവശ്യത്തിന് പഞ്ചസാര, 1.5 കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത്. ആ 1.5 കപ്പ് പഞ്ചസാര കുറച്ചായിട്ട് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇതെല്ലാം നല്ല യോജിപ്പിച്ചെടുക്കണം കേട്ടോ. ഇനിയേ മുട്ടയും പഞ്ചസാരയും ഒന്ന് നല്ല മെൽറ്റായി കിട്ടുന്നിടം വരെ ഒന്ന് അടിച്ചെടുക്കണം. ഒരു വിസ്ക് വെച്ചിട്ട് നല്ല ബീറ്റ് ചെയ്തെടുത്താലും മതി കേട്ടോ. ഇനി ഞാൻ ഈ മുട്ടയുടെ സ്മെല്ല് പോകാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കുന്നുണ്ട്. വാനില എസൻസ് ഓപ്ഷനല്ല, കാരണം മുട്ടയുടെ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ചേർക്കുന്നത്. ഇത് വേണ്ടാത്തവർക്ക് ഒഴിവാക്കാം, പക്ഷേ ചെറിയ സ്മെല്ല് കാണും മുട്ടയുടെ. അപ്പോഴേ നമ്മുടെ കൂട്ടിപ്പം നല്ലോണം പതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ചേർക്കുന്ന ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്. ഈസ്റ്റ് ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. ഈ കേക്ക് നന്നായിട്ട് പൊന്തി വരാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ഈസ്റ്റ് ചേർക്കുന്നത്. ഈസ്റ്റ് ഒഴിവാക്കിയിട്ട് സോഡാപ്പൊടി ചേർത്താലും മതി കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നല്ലോണം ഒന്നുകൂടി മിക്സ് ചെയ്യാം. കേക്കിനൊരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ 2-3 ഡ്രോപ്സ് യെല്ലോ കളർ ചേർക്കുന്നുണ്ട്. ഇത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും. വൈറ്റ് കളറാണേലും പിന്നെ കുറച്ചുകൂടി ഒരു കളറിൻ്റെ ഒരു ഇതല്ലേ, ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ചേർത്ത് വെച്ചാൽ മതി. ഇനി മഞ്ഞൾപ്പൊടി ചേർത്താലും മതി കേട്ടോ, ഒരു കുറച്ച്. ഇനി നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ആ സമയത്ത് ഞാൻ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് കേട്ടോ. അധികം ഒന്നും വേണ്ട, ഒരു പിഞ്ച് ചേർത്തേച്ചാൽ മതിയേ. അതും ചേർത്ത് നല്ല പതപ്പിച്ച് ബാക്കിയുള്ള മാവും കൂടി നമുക്കിതിലേക്ക് മിക്സ് ചെയ്തെടുക്കാവേ. ഇതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിരിക്കുന്ന മൈദ മാവാണ്. ഇത് 250 ഗ്രാം മെഷറിംഗ് കപ്പിൽ 1 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് കുറേശ്ശെ ഇട്ട് ഈ കൂട്ടിലേക്കിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാവേ. ഇനി ബാക്കിയിരിക്കുന്ന കുറച്ച് മാവിട്ട് കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. ഒട്ടും കട്ട കെട്ടരുത്. നല്ല മിക്സ് ആയതിന് ശേഷം നമ്മൾ ചെറിയ ചൂട് പാലാണ് എടുത്തിരിക്കുന്നത്. ആ 1 കപ്പ് പാല് ഒഴിച്ചതിന് ശേഷം തികയിലെ മാത്രം കുറച്ചുകൂടി ചേർത്തേച്ചാൽ മതി. ഒരുപാട് ലൂസായി കിട്ടണ്ട. നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഇരിക്കൂലേ, അതുപോലെ തന്നെ കിട്ടിയേച്ചാൽ മതിയേ. ഇനി ഇത് നല്ലോണം ഇളക്കി കൊടുത്തൊന്ന് പതഞ്ഞ് വരട്ടെ. ആ സമയത്ത് നമുക്ക് പാലൊഴിച്ച് വീണ്ടും ഒന്ന് ഇളക്കാം. ഇപ്പോൾ കൂട്ടെല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ലൂസായി കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഈ പാല് ചേർക്കുന്നത് കേട്ടോ. എല്ലാ കൂട്ടുകാരും ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരുണ്ട്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും അതുപോലെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ആക്കുവാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുവേ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് റെസിപ്പികൾ ഞാൻ ഇട്ടിട്ടുണ്ട്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് പോയി കാണണേ. ഇപ്പോൾ പാല് ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പാലൊഴിച്ച് നല്ല ഇതുപോലെ തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ബീറ്റർ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ബീറ്റർ ഉപയോഗിച്ചാൽ വേഗം നമുക്ക് മിക്സ് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കുമേ. എല്ലായിടത്തും ഈ പാല് പിടിച്ച് ഈ ബാറ്റർ ഒന്ന് നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ തന്നെ കട്ടിയായിട്ട് എടുത്തു വെക്കണേ. ഓവൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇതുപോലത്തെ കേക്കൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റീമറോ അല്ലെങ്കിൽ അപ്പച്ചെമ്പോ മതി കേട്ടോ. ഇപ്പോൾ ബാറ്റർ നല്ല തിക്കായിട്ടുണ്ട്. ഇനി കുറച്ചുകൂടി ലൂസാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ പാല് തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി പാല് ഒഴിവാക്കണേൽ ചെറിയ ചൂടുവെള്ളം ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. ഇതുപോലെ കട്ടിയായിട്ട് തന്നെ കിട്ടണം. ഇനി ബാക്കിയിരിക്കുന്ന പാലും ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബാറ്ററിന് ആവശ്യത്തിനുള്ള വെള്ളമാവുമേ. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കൊച്ചു കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു പലഹാരമാണ് കേട്ടോ. എല്ലാവരെയും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ മാത്രം മതിയല്ലോ. ഇപ്പോൾ ബാറ്ററൊക്കെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് 1 മണിക്കൂറൊന്ന് അടച്ചു വെക്കണം. അടച്ച് വെച്ചൊന്ന് പുളിക്കട്ടെ. ഞാൻ ആ 1 കപ്പ് പാലെടുത്തിരിക്കുന്നത് അത് മുഴുവൻ ചേർത്തിട്ടുണ്ട് കേട്ടോ.
ഇനിയില്ലേ നല്ല ഈ മാവൊന്ന് പുളിച്ച് പതഞ്ഞ് വരണം. എന്നാൽ മാത്രമേ ഉള്ളൊരു സ്റ്റീമറിൽ വെച്ച് ഉണ്ടാക്കുമ്പോഴത്തേക്ക് നമുക്ക് കേക്കിൻ്റെ രൂപത്തിൽ കിട്ടത്തുള്ളൂ. സാധാരണ ബേക്ക് ചെയ്തെടുക്കുവാണെങ്കിൽ ഇങ്ങനെ പുളിക്കാൻ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഈസ്റ്റും ചേർക്കേണ്ട, ബേക്കിംഗ് സോഡ മാത്രം ചേർത്തേച്ചാൽ മതിയേ. ഇനി ഒന്ന് അടച്ച് വെക്കാം. 1 മണിക്കൂർ ആകുമ്പോഴത്തേക്ക് ഈസ്റ്റ് ചേർത്തിരിക്കുന്നതുകൊണ്ട് വേഗം പുളിച്ച് വരുവേ. അതിനുശേഷം നമുക്ക് തുറന്ന് നോക്കാം. മാവ് ഇപ്പോൾ പൊളിച്ച് സെറ്റായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു വിസ്ക് വെച്ചിട്ട് തന്നെ ഇളക്കി കൊടുത്താൽ ഈ ബൗളൊക്കെ ഒന്ന് മാറി കിട്ടണേ. പിന്നെ മഴക്കാലത്തൊക്കെ ഈസ്റ്റ് ചേർത്ത് അപ്പം ഉണ്ടാക്കുവാണെങ്കിൽ പുളിക്കാൻ പാടല്ലേ. അതിന് ഞാനൊരു ടിപ്സ് പറഞ്ഞു തരാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് ചൂടുപാലെടുത്തിട്ട് ഒരു 10 മിനിറ്റ് നേരം ഈസ്റ്റ് അതിൽ കലക്കി വെക്കണം, കുറച്ച് പഞ്ചസാരയും ഇട്ട്. എന്നിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റിന് ശേഷം മാവി ചേർക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ 1 മണിക്കൂർ കൊണ്ട് ഏത് പുളിക്കാത്ത മാവും പുളിച്ച് കിട്ടുവേ. ഇപ്പം ഞാൻ നല്ലോണം ഇളക്കിയിട്ടുണ്ട്. ഞാൻ എടുത്തിരിക്കുന്ന കേക്കിൻ്റെ ട്രേ ആണ്. ഇനി നിങ്ങൾക്ക് വേണേൽ സ്റ്റീൽ പാത്രത്തിലോ ചോറ്റുപാത്രത്തിലോ ഒക്കെ ഒഴിച്ച് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. കുറച്ച് നെയ്യോ ഓയിലോ തടവി കൊടുക്കണമെന്ന് മാത്രം കേട്ടോ. ഇപ്പോൾ എല്ലായിടത്തും നെയ്യ് നല്ലോണം തടവിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ കുറച്ചുകൂടി റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അപ്പോൾ വീണ്ടും അതുപോലെ തന്നെ ഒന്ന് പതഞ്ഞ് പൊന്തി വരും കേട്ടോ. നല്ല തിക്ക് ബാറ്ററായിട്ടിരിക്കണമെങ്കിൽ നല്ല പുളിച്ച് കിട്ടിയാലേ പറ്റത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ കൂട്ട് മൊത്തമേ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ചെറിയ ചെറിയ ബൗളിൽ വേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ആവി വെച്ചല്ലേ ഉണ്ടാക്കിയെടുക്കുന്നത്, അപ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. കേക്ക് ഉണ്ടാക്കുന്നത് പോലെ ഓവനിൽ വെച്ചിട്ടാണെങ്കിലും അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഈ ബൗളൊന്ന് ചെറുതായിട്ട് തട്ടിയതിന് ശേഷം ഒന്ന് മാറ്റി വയ്ക്കാം. ഒരു 15 മിനിറ്റ് ഇരിക്കട്ടെ. അതിനുശേഷം നമുക്ക് ഒരു സ്റ്റീമറിൽ വെച്ചിട്ട് ഇത് വേവിച്ചെടുക്കാവേ. സാധാരണ ആവി വേവിച്ചെടുക്കുന്ന പലഹാരത്തിനാണല്ലോ ഡിമാൻഡ്. നമ്മൾ എണ്ണയിൽ പൊരിച്ചെടുക്കുന്നതിന് ഹെൽത്തി ആവും. ഇപ്പോൾ കണ്ടല്ലേ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം തന്നെ ഇതൊന്നുകൂടി പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിനൊരു കുറച്ച് ഡെക്കറേഷൻ ഉണ്ട് കേട്ടോ. വേണ്ടവർക്ക് മാത്രം ചെയ്ത് വെച്ചാൽ മതി. ഞാൻ കുറച്ച് ടൂട്ടി ഫ്രൂട്ടിയാണ് ഇതിൻ്റെ മണ്ടയിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഒരു ഭംഗിക്ക് വേണ്ടിയാണ് കേട്ടോ. ആ യെല്ലോ കളർ റെഡ് വരുമ്പോഴത്തേക്ക് ഒരു കാണാൻ നല്ല ഭംഗിയല്ലേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി ഒന്നുമില്ല, നമുക്കൊന്ന് വേവിച്ചെടുത്തേച്ചാൽ മതി. സ്റ്റീമറിൽ നല്ലോണം വെള്ളം തിളച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനൊരു സ്റ്റീമറിൽ റിങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ കൂട്ട് വെച്ച് കൊടുക്കുന്നത്. അതെന്തിനാണ് അങ്ങനെ വയ്ക്കുന്നത്? ഡയറക്റ്റ് ആയിട്ടുള്ള വെള്ളം അതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയാണ്. ഇനി ഇത് നമുക്ക് അടച്ചു വെക്കാം. വെറും 20 മിനിറ്റ് മതി ഇത് വെന്ത് കിട്ടാനേ. ഞാൻ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു, അപ്പോഴേക്കും പാതി വേവ് കഴിഞ്ഞായിരുന്നു. ഇപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. തുറന്ന് നോക്കുമ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഒത്തിരി നേരമൊന്നും ഇരിക്കണ്ട. 20 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഈ പുളിപ്പിച്ച മാവായതുകൊണ്ട് വേഗം വെന്ത് കിട്ടുവേ. ഇനി ഞാനിത് ഉള്ളു വെന്തോന്നറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്ക് വെച്ച് കുത്തി നോക്കുന്നുണ്ട്. അകം വെന്ത് കഴിഞ്ഞാൽ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ആറിക്കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് പുറത്തെടുക്കാവേ. അപ്പോൾ അറിയാം എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് നമുക്ക് ഈ അപ്പം കിട്ടുന്നതെന്ന്. ഇപ്പം അകമൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാവേ. പിന്നെ ഒരു കാര്യം, ഇത് നല്ല വെന്ത് കിട്ടിയിട്ടുണ്ടെങ്കിലുണ്ടല്ലോ നമ്മുടെ മോൾഡിൻ്റെ സൈഡ് വശത്തൊന്ന് വിട്ട് വരുവേ. ഇതിപ്പോൾ നല്ലോണം വിട്ട് വരുന്നുണ്ട്. അത് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ നല്ല സ്പോഞ്ചായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇതുപോലെ കാണുന്നത് പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കഴിക്കാനും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാനിപ്പം 6 കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇത് കണ്ടോ, കൈ കൊണ്ട് എടുക്കുമ്പോൾ തന്നെ ഒട്ടും പൊടിയാതെ സ്പോഞ്ച് പോലെ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. നമ്മൾ കേക്കൊക്കെ കഴിക്കുകയല്ലേ, അതേ ടേസ്റ്റ് തന്നെയാണ് വരുന്നത്. കേക്കിൻ്റെ കൂട്ടാണ് നമ്മളിത് ചേർത്തിരിക്കുന്നതും. പിന്നെ വ്യത്യാസം എന്ന് പറയാൻ നമ്മളിങ്ങനെ വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ. നല്ല പഞ്ഞി പോലത്തെ അപ്പമാണ് കേട്ടോ. ഇനി ഞാനിതൊന്ന് മുറിച്ച് കാണിക്കാവേ. മുറിച്ച് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അകം കാണുമ്പോൾ മനസ്സിലാവും എത്രത്തോളം നമുക്ക് ഇത് സ്പോഞ്ച് പോലായി കിട്ടിയിട്ടുണ്ടെന്നേ. ഇനിയില്ലേ, വെള്ളമില്ലാത്ത ഒരു കണ്ടെയ്നർ എടുത്തിട്ട് അതിനകത്ത് ഇത് മുറിച്ച് വെക്കുവാണെങ്കിൽ നമുക്ക് 3-4 ദിവസം കേടുകൂടാതെ അങ്ങനെ തന്നെ ഇരിക്കുവേ. ഈവനിങ് സമയത്തൊക്കെ ചായയൊക്കെ കുടിക്കുമ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കായത്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കിയതിന് ശേഷം അഭിപ്രായമൊക്കെ പറയണേ. ഒട്ടും പൊടിയാതെ തന്നെ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളും അതുപോലെ കുറഞ്ഞ ചേരുവകൾ വെച്ച് മാത്രമാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. കൊച്ചു കുട്ടികൾക്ക് പോലും വളരെ വേഗത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ റെസിപ്പി എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ട് കാണുമല്ലോ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. ഇനി എൻ്റെ ചാനലിൽ ഞാൻ ഇതിലും വെറൈറ്റി ആയിട്ടൊരു വേറൊരു വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കും. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ ബൈ.
താങ്ക്സ് ഫോർ വാച്ചിങ്.